പ്രധാന വാർത്തകൾ. CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തിയത് ജനങ്ങളോടും സഭയോടുമുള്ള അനാദരവാണെന്ന് ആരോപിച്ചു. നിയമപരമായി എത്താനുള്ള അധികാരമുണ്ടെങ്കിലും അത് ധാർമ്മികമായ നടപടിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. UDF-ലെ എല്ലാ കക്ഷികളും ഇത് യോജിക്കുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് പോയി പണി നോക്കട്ടെ എന്ന നിലപാടാണ് രാഹുൽ മാങ്കൂട്ടം സ്വീകരിച്ചതെന്നും അദ്ദേഹം വിമർശിച്ചു. നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പ്രഖ്യാപിച്ച UPI ഇടപാട് പരിധിയിലെ പുതുക്കലുകൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ഉയർന്ന മൂല്യമുള്ള ഇടപാടുകൾ സുഗമമാക്കാനാണ് ഈ മാറ്റം. ഇനി മുതൽ തിരഞ്ഞെടുക്കുന്ന വ്യാപാരികൾക്ക് ഒരു ദിവസം പരമാവധി 10 ലക്ഷം രൂപ വരെ UPI വഴി കൈകാര്യം ചെയ്യാനാകും. എന്നാൽ വ്യക്തികൾ തമ്മിലുള്ള ഇടപാടുകളുടെ പരിധി 1 ലക്ഷമായിട്ട് തന്നെ തുടരും. ബാങ്കുകൾക്ക് അവരുടെ മാനേജ്മെന്റ് നയങ്ങൾ അനുസരിച്ച് കുറഞ്ഞ പരിധി നിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. നിക്ഷേപങ്ങളും ഇൻഷുറൻസും സംബന്ധിച്ചിടത്തോളം മൂലധന വിപണിയിലെ നിക്ഷേപങ്ങൾക്കും ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുന്നതിനുള്ള ഇടപാട് പരിധി 2 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷത്തിലായി ഉയർത്തിയിട്ടുണ്ട്. കൂടാതെ ഒരു ദിവസം പരമാവധി 10 ലക്ഷം രൂപ വരെ ഇടപാടുകൾ നടത്താൻ സാധിക്കും. അമേരിക്കയിൽ ഇന്ത്യൻ മാനേജറെ തലയറുത്തു കൊന്നതിൽ ട്രംപ് പ്രതികരിച്ചു. അമേരിക്കയിലെ ഡാളസിൽ ഹോട്ടൽ മാനേജറായിരുന്ന കർണാടക സ്വദേശി ചന്ദ്രമൗലി നാഗമല്യയെ വാഷിംഗ് മെഷീനെ ചൊല്ലിയുണ്ടായ തർക്കത്തിലാണ് ഭാര്യയുടെയും മകന്റെയും മുന്നിൽ വെച്ച് കൊലപ്പെടുത്തിയത്. ദൃശ്യങ്ങൾ CCTV-യിൽ പതിഞ്ഞിരുന്നു. കൊലപാതകത്തെക്കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. കുറ്റവാളിയെ കർശനമായി വിചാരണ ചെയ്യുമെന്നും കുടിയേറ്റക്കാരോടുള്ള മൃദു സമീപനം ഇനി അനുവദിക്കില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. വഖഫ് നിയമ ഭേദഗതി ചോദ്യം ചെയ്ത ഹർജിയിൽ സുപ്രീം കോടതി നിർണായക വിധി പുറപ്പെടുവിച്ചു. ചില വിവാദ വ്യവസ്ഥകൾ ഭാഗികമായി സ്റ്റേ നൽകി. 5 വർഷം മുസ്ലിം മതം അനുഷ്ഠിച്ചാൽ മാത്രമേ വഖഫിൽ പങ്കെടുക്കാനാകൂ എന്ന വ്യവസ്ഥയും അന്വേഷണം തുടങ്ങിയാൽ വഖഫ് ഭൂമി അതല്ലാതാകുമെന്ന വ്യവസ്ഥയും സ്റ്റേ ചെയ്തിരിക്കുകയാണ്. എന്നാൽ നിയമം മുഴുവൻ സ്റ്റേ ചെയ്യാനാവില്ലെന്നും അപൂർവ സാഹചര്യങ്ങളിൽ മാത്രമാണ് സ്റ്റേ നൽകാറുള്ളതെന്നും കോടതി വ്യക്തമാക്കി. GST 2.0 പ്രകാരം കാർബണേറ്റ് പാനീയങ്ങൾക്ക് വില മാറ്റമില്ല. പഴച്ചാറുകൾക്ക് വിലക്കുറവും. കൊക്കക്കോള, പെപ്സി, എനർജി ഡ്രിങ്കുകൾ പോലെയുള്ള കാർബണേറ്റ് പാനീയങ്ങൾക്ക് മൊത്തം നികുതി നിരക്ക് പഴയപടി 40% തുടരുന്നതിനാൽ ഇവയുടെ വിലയിൽ മാറ്റമുണ്ടാകില്ലെന്നും കാർബണേറ്റ് അല്ലാത്ത പഴച്ചാറുകൾക്ക് 12% GST 5% മാസ റിയൽ ഫ്രൂട്ട് പോലുള്ള പാനീയങ്ങൾക്ക് വിലക്കുറവ് ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു. ഉത്തർപ്രദേശിൽ ഭർത്താവിനെ കൊലപ്പെടുത്തി മൃതദേഹം 25 കിലോമീറ്റർ അകലെയുള്ള റോഡരികിൽ കൊണ്ടിട്ടു. കേസിൽ ഭാര്യ നേഹയും കാമുകൻ ജിതേന്ദ്രയും അറസ്റ്റിൽ. അമിതമായി മദ്യം നൽകി അബോധാവസ്ഥയിലാക്കിയ ശേഷം കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. മൃതദേഹം ബൈക്കിൽ കൊണ്ടുപോകുമ്പോൾ മുൻ സീറ്റിൽ നേഹയുടെ കുഞ്ഞിനെയും കൂട്ടിയിരുന്നു. അപകട മരണമാണെന്ന് തോന്നിക്കുവാനാണ് മൃതദേഹം ഉപേക്ഷിച്ചെങ്കിലും മൊബൈൽ ടവർ ലൊക്കേഷൻ വിവരങ്ങളും നാഗേശ്വറിന്റെ പിതാവിന്റെ പരാതിയും അടിസ്ഥാനമാക്കി ഇരുവരെയും പോലീസ് പിടികൂടുകയായിരുന്നു. RSS മുഖപത്രമായ കേസരിയിൽ പ്രസിദ്ധീകരിച്ച ക്രൈസ്തവർക്കെതിരായ ലേഖനത്തിനെതിരെ കത്തോലിക്ക സഭയുടെ മുഖപത്രം ദീപിക രൂക്ഷ വിമർശനം ഉന്നയിച്ചു. സംഘപരിവാറിന്റെ തനിനിറം വെളിപ്പെടുത്തുന്നതാണ് ഇതെന്ന് ദീപിക മുഖപ്രസംഗം ചൂണ്ടിക്കാട്ടി. ഭരണഘടനയെ വെട്ടിപ്പൊളിച്ച് ക്രൈസ്തവരെ ലക്ഷ്യമിട്ട് നടക്കുന്ന കുതന്ത്രമാണിതെന്നും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിയാകാതെ ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിക്കൽ രാഷ്ട്രീയം പിന്തുണച്ചവർ ഇന്നും അതേ നിലപാട് തുടരുന്നതായും വിമർശനം വ്യക്തമാക്കി. ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ES ബിജു എഴുതിയ ആഗോള മതപരിവർത്തനത്തിന്റെ നാൾവഴികൾ എന്ന ലേഖനത്തിലാണ് ക്രൈസ്തവ സഭയ്ക്കെതിരെ കടുത്ത ആരോപണങ്ങൾ ഉയർന്നത്. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റിന്റെ പശ്ചാത്തലത്തിലാണ് കേസരി ഇത്തരം വിമർശനങ്ങളുമായി രംഗത്തെത്തിയത്. ആദായനികുതി റിട്ടേൺ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇന്ന് സെപ്റ്റംബർ 15 തന്നെയാണെന്ന് ആദായനികുതി വകുപ്പ് വ്യക്തമാക്കി. സമയപരിധി സെപ്റ്റംബർ 30 വരെ നീട്ടിയതായി പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമാണെന്നും കൂടുതൽ സമയം നൽകില്ലെന്നും വകുപ്പ് മുന്നറിയിപ്പ് നൽകി. 2025-26 അസസ്മെന്റ് വർഷത്തേക്കുള്ള ആദായനികുതി റിട്ടേണുകൾ സമർപ്പിക്കാനുള്ള ആദ്യ സമയപരിധി ജൂലൈ 31 ആയിരുന്നെങ്കിലും അത് പിന്നീട് സെപ്റ്റംബർ 15 വരെ നീട്ടിയിരുന്നു. തെറ്റിദ്ധരിപ്പിക്കുന്ന സോഷ്യൽ മീഡിയ സന്ദേശങ്ങൾ വിശ്വസിക്കാതെ @income tax india എന്ന ഔദ്യോഗിക ഹാൻഡിലിൽ നിന്നുള്ള വിവരങ്ങൾ മാത്രം ആശ്രയിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില കുറഞ്ഞു. വെള്ളിയാഴ്ച സർവകാല റെക്കോർഡിലെത്തിയ സ്വർണ്ണവില ശനിയാഴ്ച മുതൽ ചെറിയ തോതിൽ താഴ്ന്നു തുടങ്ങി. ഇന്ന് ഒരു പവന് 80 രൂപ കുറഞ്ഞ് 22 ക്യാരറ്റ് സ്വർണത്തിന്റെ വിപണി വില 81,440 രൂപയായി. എന്നാൽ GST, പണിക്കൂലി, ഹോൾമാർക്ക് ഫീസ് എന്നിവ കൂട്ടിച്ചേർന്നാൽ കുറഞ്ഞത് 91,000 രൂപയ്ക്ക് മുകളിലാണ് ഒരു പവൻ ആഭരണങ്ങൾക്കായി നൽകേണ്ടി വരുന്നത്. നിലവിൽ 1 ഗ്രാമിന് 11,000 രൂപയാണ്. കഴിഞ്ഞ ദിവസം 81,600 രൂപയായിരുന്ന പവൻ വിലയിൽ നിന്ന് 160 രൂപയാണ് ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദീപാവലിയോടെ സ്വർണ്ണവില ഗ്രാമിന് 12,000 രൂപയിലേക്ക് ഉയരുമെന്നാണ് ഇപ്പോൾ സൂചന.
ഏഷ്യ കപ്പിലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിൽ ഇന്ത്യൻ താരങ്ങൾ പാക് താരങ്ങളുമായി ഹസ്തദാനത്തിന് തയ്യാറായില്ലെന്ന് പാക് ക്രിക്കറ്റ് ബോർഡ് ശക്തമായി പ്രതിഷേധിച്ചു. മത്സരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യൻ ടീം മാനേജ്മെന്റ് മാച്ച് റഫറി ആൻഡി പൈക്രോഫ്റ്റിനെ അറിയിച്ചിരുന്നു. ഇതോടെ ടോസിന് ശേഷം സൂര്യകുമാർ യാദവ് ഉൾപ്പെടെയുള്ള ഇന്ത്യൻ താരങ്ങൾ പാക് ക്യാപ്റ്റൻ സൽമാൻ അലി ഖാനുമായി കൈകൊടുക്കുന്നതിൽ നിന്ന് പിന്മാറി. പാക് ക്രിക്കറ്റ് ബോർഡ് വാർത്താക്കുറിപ്പിൽ ഇക്കാര്യം സ്പോർട്സ്മാൻ സ്പിരിറ്റിന് നിരക്കാത്ത നടപടിയെന്ന് വിശേഷിപ്പിച്ചു. ഇതിന്റെ ഫലമായി പാക് ക്യാപ്റ്റൻ മത്സരശേഷമുള്ള സമ്മാനദാനത്തിൽ പങ്കെടുത്തുമില്ല. സാഗ് ന്യൂസ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.